മണിച്ചിത്രത്താഴ് എന്നൊരൊറ്റ സിനിമയിലൂടെ തന്നെ മലയാളികൾക്കെല്ലാം ഏറെ പ്രിയതാരമായി മാറിയ നടിയാണ് വിനയ പ്രസാദ്. ഫാസിൽ സംവിധാനത്തിൽ 1993 പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു മണിച്ചിത്രത്താഴ്. ചിത്രത്തിൽ ശ്രീദേവി എന്ന കഥാപാത്രമായാണ് അവർ എത്തിയത്. പിന്നീട് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ തിരക്കുള്ള നടിയായി വിനയ പ്രസാദ് മാറി. മണിച്ചിത്രത്താഴിനു മുമ്പ് പെരുന്തച്ചൻ, മൂക്കില്ല രാജ്യത്ത് എന്നീ മലയാള സിനിമകളിലും നടി അഭിനയിച്ചിരുന്നു. ഈ 3 ചിത്രങ്ങളിലും വിനയുടെ കൂടെ അഭിനയിച്ചിരുന്ന നടനാണ് തിലകൻ. ഇപ്പോൾ മലയാളത്തിന്റെ പ്രിയ നടന്മാരായ തിലകനെ കുറിച്ചും നെടുമുടി വേണുവിനെ കുറിച്ചും സംസാരിക്കുകയാണ് അവർ. ജാങ്കോ ഫേസിൽ സംസാരിക്കുകയായിരുന്നു വിനയ പ്രസാദ്. രണ്ടുപേർക്കും മാക്സിമം കോൺസെൻട്രേഷൻ ഉണ്ട്. പിന്നെ അവർക്ക് കൊടുത്ത ക്യാരക്ടറിന്റെ ഉള്ളിലേക്ക് ഇറങ്ങും. ഓരോ ചെറിയ ഡീറ്റെയിലിംഗിലേക്ക് പോലും അവർ ഇറങ്ങും. അതിനെക്കുറിച്ച് ചിന്തിക്കും. സ്ക്രീൻ പ്ലേ ഇല്ലാതെ പോലും ഈ കഥാപാത്രങ്ങളെ എങ്ങനെയാകാം എന്നുള്ളൊരു ഇമാജിനേഷനിലേക്ക് അവർ പോകും. അവർക്ക് അവരുടേതായ ഒരു വലിയ ക്യാൻവാസ് ഉണ്ട് പെർഫോം ചെയ്യാനായിട്ട്. അതിൽ ഏതിലേക്കാണ് അവർ എത്തുന്നത് അത് അവർ ചൂസ് ചെയ്യുന്ന വഴിയാണ്. അത്രയും വലിയ ക്യാൻവാസ് ഉണ്ട് രണ്ടുപേർക്കും. അവർക്ക് ഒരു ലിമിറ്റേഷനുമില്ല. അവർ അൺപ്രെഡിക്റ്റബിൾ അല്ലെങ്കിൽ അൺലിമിറ്റഡ് പെർഫോമേഴ്സ് ആണ്. പിന്നെ റിഹേഴ്സലിൽ ചെയ്യുന്നത് പോലെ ഒന്നുമല്ല ടേക്കിൽ ചെയ്യുന്നത്, വിനയ പ്രസാദ് പറയുന്നു.